പാകിസ്ഥാനിൽ ഭാരതത്തിന്റെ തിരിച്ചടിക്ക് മുമ്പ് ദില്ലിയിൽ വെച്ച് ഹിന്ദു ഐക്യവേദി വർക്കിംഗ് പ്രസിഡന്റ് വത്സൻ തില്ലങ്കേരി നടത്തിയ ഒരു പ്രസംഗം അത് ഇപ്പോൾ വൈറലാവുകയാണ്. തിരിച്ചടിയുടെ RSS ദർശനം അതാണ് അദ്ദേഹം അവിടെ വിശദീകരിച്ചത്. ശ്രീ ശങ്കരാചാര്യരുടെ സൂക്തങ്ങളിലൂടെ ഭാരതഭൂമിയിൽ നമ്മൾ എത്രത്തോളം ധീരന്മാരായി ജീവിക്കണം എന്ന ഒരു സന്ദേശം നൽകുകയായിരുന്നു തന്റെ വാക്കുകളിലൂടെ അദ്ദേഹം. എന്നാൽ ഈ പ്രസംഗം കേട്ട് കഴിയുമ്പോൾ തിരിച്ചടിയുടെ ഉറവിടം RSS മൂശയിൽ നിന്നോ എന്ന ചോദ്യം എല്ലാവരുടെ മനസ്സിലും ഉയരും. എന്തായാലും ആ ദൃശ്യങ്ങളിലേക്ക് പോകാം. 85% ഹിന്ദുക്കൾ ഇപ്പോഴും ഇവിടെ ഉണ്ട്. പക്ഷെ ഈ നാട്ടിലേക്ക് വന്നിട്ട് 5-6 ആളുകൾ പറയുകയാണ്, ആൾക്കൂട്ടത്തിനിടെ എന്നിട്ട് നിന്റെ പേരെന്താണ്, നീ മാറി നിൽക്ക്, നിന്റെ പേരെന്താണ്, നിന്റെ പേരിതാണ്, നീ അങ്ങോട്ട് മാറി നിൽക്ക്. ഇങ്ങോട്ട് മാറി നിൽക്കുന്നവൻ ഹിന്ദു പേരുള്ളവനാണെങ്കിൽ അവന് കലിമ ചൊല്ലാൻ അറിയില്ലെങ്കിൽ, കലിമ ചൊല്ലാൻ അറിയാത്തവൻ ഈ ഭാരതത്തിൽ ജീവിക്കാൻ പാടില്ല എന്നാണ്. കലിമ എന്ന് പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ള എന്നുള്ളതാണ്. അത് ചൊല്ലുക എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിമായി എന്നാണ്. അത് ചൊല്ലാൻ അറിയാത്തവർ ഭൂമിയിൽ നിൽക്കാൻ പാടില്ല എന്നാണ്. ഭൂമിയിൽ നിൽക്കാൻ പാടില്ല, ഈ നാട്ടിൽ ജീവിക്കാൻ പാടില്ല എന്നല്ല, ഈ നിമിഷം നീ ഇവിടെ നിന്നില്ലാതാവണം എന്നാണ്. അങ്ങനെയൊക്കെയാണ് കാര്യം നടക്കുന്നതെങ്കിൽ നമ്മുടെ അടുത്ത തലമുറയുടെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കേണ്ട കാര്യമല്ലേ. അതുകൊണ്ട് ശങ്കരാചാര്യർ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ജീവിതം എന്ന് പറഞ്ഞാൽ ഹ്രസ്വമാണ്, ഒരു കാറ്റടിച്ചാൽ തീരുന്ന കാര്യമുള്ളൂ. അതുകൊണ്ട് നമ്മൾ അധികം ഭയപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല. എല്ലാവരും മരിക്കേണ്ടത് തന്നെയാണ്. ചിലപ്പോൾ വണ്ടി ഇടിച്ച് മരിക്കും, അല്ലെങ്കിൽ ദൗർഭാഗ്യം വന്ന ആളുകൾ ഒരു നാഷണൽ പെർമിറ്റ് ലോറി ആയാലും മരിക്കും, പലതരത്തിൽ മരിക്കും. അപ്പൊ അതുകൊണ്ട് മരണം എന്ന് പറയുന്നത് ഗീത പറയുന്ന പോലെ ജാതസ്യഹി ധ്രുവ മൃത്യു, ജനിച്ചോ മരണം ഉറപ്പാണ്. കലിമ ചൊല്ലാൻ അറിയാത്തവർ ഭാരതഭൂമിയിൽ ജീവിക്കേണ്ട എന്ന് തീരുമാനമെടുക്കുന്ന ഒരു വിഭാഗത്തിന് നേരെയാണ് അദ്ദേഹം വിമർശനം ഉയർത്തിയിരിക്കുന്നത്. എന്നാൽ കലിമ ചൊല്ലാൻ അറിയാത്തവർക്ക് ജീവിക്കാനുള്ള ഒരേ ഒരു ഭൂമി ഇത് മാത്രമാണ് എന്ന് തന്റെ വാക്കുകളിലൂടെ അദ്ദേഹം വ്യക്തമാക്കുന്നു. എന്തായാലും മരണം ഉറപ്പാണ്, ജനിച്ചാൽ ഒരിക്കൽ മരണം സുനിശ്ചിതമാണ് എന്ന് ശ്രീ ശങ്കരാചാര്യരുടെ വാക്കുകൾ ഉദ്ധരിച്ച് അദ്ദേഹം പറയുകയാണ്. അതുകൊണ്ട് തന്നെ എന്തിനാണ് ഭയക്കുന്നത്? ധർമ്മത്തിനു വേണ്ടി മരിക്കേണ്ടി വന്നാൽ ധീരതയോടെ മരിച്ചുകൂടെ എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. അദ്ദേഹത്തിന്റെ വാക്കുകൾ വീണ്ടും കേൾക്കാം. അങ്ങനെയാണെങ്കിൽ ആ മരണം ധർമ്മത്തിന് വേണ്ടി ആയിക്കൂടെ എന്നുള്ളതാണ് ശങ്കരാചാര്യർ നമ്മുടെ മുമ്പാകെ വെക്കുന്ന ഏറ്റവും വലിയ ചോദ്യവും പാഠവും. ധർമ്മത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഉറപ്പായ മരണം, അനന്തരജാത തലമുറയാകെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് തങ്ങളുടെ ജീവിതം സമ്പൂർണമായും സംസ്കൃതിക്ക് വേണ്ടി സമർപ്പിച്ച പൂർവികന്മാരുടെ പാതയെ പിന്തുടർന്നുകൊണ്ട് നമുക്ക് ധർമ്മത്തെ സംരക്ഷിക്കാൻ, നമ്മൾ ആരെയും ഉപദ്രവിക്കുന്നില്ല, നമ്മൾ ആരെയും ഇല്ലാതാക്കുന്നില്ല, പക്ഷെ നമ്മുടെ ധർമ്മത്തിന് വേണ്ടി വീറോടെ, ധീരതയോടെ, ധൈര്യത്തോടെ ഉറച്ചു നിൽക്കുക തന്നെ ചെയ്യുമെന്ന്. ആക്രമിക്കാൻ വന്നവരെ ഭയന്ന് കാശ്മീരിന്റെ പുണ്യഭൂമിയിൽ നിന്ന് ഓടിപ്പോയ പണ്ഡിറ്റുകളെ കുറിച്ചാണ് പിന്നീട് അദ്ദേഹം പറയുന്നത്. അങ്ങനെ ഓടാൻ നിന്നാൽ ഈ ഭൂമിയിൽ നിന്ന് ഓടിപ്പോകാൻ മാത്രമേ സാധിക്കൂ. ചിലർക്കൊക്കെ ഈ ഭൂമിയിൽ നിന്ന് ഓടിപ്പോകാൻ മറ്റ് ഇടങ്ങളുണ്ട്, പക്ഷേ നമുക്ക് ഓടിപ്പോകാൻ മറ്റൊരിടമില്ല എന്നാണ് വത്സൻ തില്ലങ്കേരി പറയുന്നത്. ഈ പുണ്യഭൂമി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ പുണ്യഭൂമി വിട്ടുകൊടുക്കാതെ, ഈ ഭൂമിയിലെ 1 ഇഞ്ച് സ്ഥലം പോലും വിട്ടുകൊടുക്കാതെ ധീരന്മാരെ പോലെ ഈ ഭൂമിയിൽ ജീവിച്ചു മരിക്കണം എന്നതാണ് അദ്ദേഹം തന്റെ വാക്കുകളിലൂടെ നൽകുന്ന സന്ദേശം. കാശ്മീരത്തിൽ എന്താ പറ്റിയത്? അവിടുത്തെ പണ്ഡിറ്റുകൾ ഉറച്ചു നിന്നില്ല. അവരെ ഭീഷണിപ്പെടുത്തുമ്പോ ഓടി ഡൽഹിയിലേക്കൊക്കെ വന്നു, ഓടി ജമ്മുവിലേക്ക് പോയി, സിംലയിലേക്ക് പോയി. അങ്ങനെ ലക്ഷക്കണക്കിന് ആളുകൾ ഓടി. അവിടെയെല്ലാം അവരുടെ വീട് വിട്ടോടി, അവരുടെ ആപ്പിൾത്തോട്ടം വിട്ടോടി, അവരുടെ സർവ്വതം വിട്ടോടി. അവരെ ഡൽഹിയിലേക്ക് പോകും. ഡൽഹിയിൽ നിന്ന് എങ്ങോട്ടോടും? നമ്മൾ ഓടി ഓടി എവിടേക്ക് പോകും? നമുക്ക് ഓടാൻ, ലോകത്തോടാൻ നമുക്കൊറ്റ സ്ഥലമേ ഉള്ളൂ. അത് നമ്മുടെ പൂർവികന്മാർ മരിച്ചു മണ്ണടിഞ്ഞു കിടക്കുന്ന നമ്മുടെ ഈ ഭാരതഭൂമി മാത്രമാണ് നമുക്ക് ഓടാനുള്ളത്. ബാക്കിയുള്ളവർക്ക് ഓടാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട്, നമുക്കില്ല. നമുക്ക് ഈ മണ്ണേ ഉള്ളൂ. അതുകൊണ്ട് ജീവിക്കുന്നെങ്കിൽ ഇവിടെ, മരിക്കുന്നെങ്കിൽ ഇവിടെ എന്ന് ധൈര്യപൂർവ്വം മുന്നിട്ടിറങ്ങിയാൽ ഒരു ഭീകരന്മാർക്കും നമ്മളെ തോൽപ്പിക്കാൻ സാധ്യമല്ല. അതാണ് നമ്മുടെ ഈ മഹത്തായ ഈ സമ്മേളനത്തിൽ നമ്മൾ എടുക്കേണ്ടുന്ന ധീരമായ തീരുമാനം.
എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഭാരതം എന്ന പേരിനെ, ഈ ധർമ്മഭൂമിയെ, മോക്ഷഭൂമിയെ, കർമ്മഭൂമിയെ നമുക്കിവിടെ നിലനിർത്താൻ സാധിക്കുകയുള്ളൂ. വത്സൻ തില്ലങ്കേരിയുടെ ഈ വാക്കുകളിലൂടെ നാം മനസ്സിലാക്കേണ്ടത്, ഒരുപക്ഷെ തിരിച്ചടിക്ക് മുൻപ് അദ്ദേഹം പലതും മനസ്സിൽ കണ്ടുകൊണ്ട് പറഞ്ഞ ഈ വാക്കുകൾ അന്വർത്ഥമാവുകയായിരുന്നു ആ തിരിച്ചടിയിലൂടെ എന്നതാണ്. ഭയപ്പാടില്ലാതെ ധർമ്മത്തിനു വേണ്ടി, ധർമ്മം പുനഃസ്ഥാപിക്കുന്നതിനു വേണ്ടി മുന്നോട്ട് പോകുന്ന ഒരു സർക്കാർ, ആ സർക്കാരിന്റെ ദർശനങ്ങളും ഊന്നിയിരിക്കുന്നത് RSSൽ തന്നെയാണ്. എന്തായാലും തിരിച്ചടിയുടെ ഉറവിടം എന്ന് പറയുന്നത് RSS മൂശയിൽ നിന്ന് തന്നെ എന്നാണ് ഈ വാക്കുകളിലൂടെ വ്യക്തമാകുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.